ഒരു ചേഞ്ച് വീട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് വൈകിക്കേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കണം. അപ്പോൾ ആ ചേഞ്ച് ആയിട്ടുള്ള സംഭവം ഉണ്ടാക്കാനായിട്ട് ഞാനിത് ആ കാബേജൊക്കെ നല്ലോണം കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ചേഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഇപ്പോൾ കാബേജിലൊക്കെ എത്ര ചേഞ്ച് വരുത്താനെന്നല്ലേ. തോരൻ തന്നെയാണ് ഉണ്ടാക്കണേ, പക്ഷേ ഒരു ചേഞ്ച് ഉണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ നമ്മൾ ചിരുളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാബേജൊക്കെ ഒന്ന് നല്ലപോലെ അരിഞ്ഞെടുക്കുക. അരിയലൊക്കെ എങ്ങനെ വെച്ചാൽ സാധാരണ തോരൻ വെക്കണ അതേ രീതിക്ക് തന്നെയാണ് കേട്ടോ അരിഞ്ഞെടുക്കണ്ടേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു തോരനാണ് കാബേജ് തോരൻ കേട്ടോ. അപ്പോൾ ഈ കാബേജ് തോരൻ ഇഷ്ടമുള്ളവരൊക്കെ നമ്മളെ ഈ ഒരു വീഡിയോയും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും കൂടി എത്തിച്ചെടുക്കണേ. കാബേജ് ഇതാ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാനിത് ആ പാനും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായാൽ നോക്കട്ടെ, നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാനിതാ പോലെ ഒഴിച്ചു കൊടുക്കണ്ടേ. ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട് പാന്. ഇനി ഞാൻ ഫസ്റ്റ് തന്നെ ഇടാൻ പോണത് ആ പച്ചമല്ലിയാണ് കേട്ടോ. ഒരു സ്പൂണ് പച്ചമല്ലി. ആ പച്ചമല്ലി ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കൂടെ ഞാൻ ഒരു സ്പൂണ് കടലപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനി ഇടാൻ പോണ ഒരു അരക്കപ്പ് തേങ്ങയാണ് കേട്ടോ, ചിരകി വെച്ച തേങ്ങ. അരക്കപ്പ് നിറയൊന്നുമില്ല, നിറയെ എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാം, അതൊക്കെ നിങ്ങളിഷ്ടം. അപ്പോൾ അതും കൂടി ഇങ്ങനെ ഇളക്കി കൊടുത്തു. കറിവേപ്പിലയാണ് കേട്ടോ, കറിവേപ്പിലയും കൂടിയാണ്ട് ഇട്ടെടുത്തു. ഇതിനെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കുക. 3 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു വറ്റൽമുളക്, അതിങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കട്ടോ. എപ്പോഴും ഈ തേങ്ങയൊക്കെ വറുക്കുമ്പോഴേ, നമ്മൾ സാമ്പാർക്കാണെങ്കിലും തേങ്ങയൊക്കെ വറുക്കുമ്പോൾ തീയൊക്കെ താഴ്ത്തി വെച്ച് ചെറിയ തീയിലിട്ട് വറുത്തെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ ചെറിയ തീയിലിട്ടാണ് ഇപ്പോൾ വറുക്കണേ. അപ്പം നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യണേ. ഈ രീതിക്കായാൽ മതി കേട്ടോ വറുത്തത്. നല്ലോണം ഇങ്ങോട്ട് ഒരുപാട് ഗോൾഡൻ കളർ ആവണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഈ ഒരു രീതിക്ക്. ഇപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തേക്ക് മാറ്റട്ടെ. നമുക്കിതൊന്നേ ചൂടാറി കിട്ടണം. അപ്പോൾ അതവിടെ നിന്നോട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. പിന്നെ തോരൻ ഉണ്ടാക്കാൻ പോവാണേ. അതിനാവശ്യത്തിനുള്ള കടുക് ഞാൻ വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുത്തു. കടുക് ഏകദേശമൊക്കെ പൊട്ടി വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ഉഴുന്നും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കടലപ്പരിപ്പും ചേർത്തു. ഇതെല്ലാം ഒന്നുകൊണ്ട് മൂത്ത് വരണം. ആ ഒരു ഉഴുന്നും കടലപ്പരിപ്പൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന ആ ഒരു സമയത്തേ നമുക്ക് ഇതുപോലെ തന്നെ 2 വറ്റൽമുളക് ഇങ്ങനെ പൊട്ടിച്ചിട്ടെടുത്തിട്ട് കറിവേപ്പില ആവശ്യത്തിനുള്ളതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകിൻ്റെ എണ്ണം കൂട്ടണമെങ്കിൽ കൂട്ടട്ടോ, എരിവിനനുസരിച്ച്. ഞാനിപ്പോൾ അത്രേ ചേർത്തുള്ളൂ. ഇപ്പം എല്ലാം കൂടി പൊട്ടിക്കഴിഞ്ഞ് നല്ല രസത്തിലിങ്ങനെ നിൽക്കണ ഈ ഒരു സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഈ ഒരു വെളിച്ചെണ്ണയ്ക്കാണ്ട് ഇട്ട് കൊടുക്കാം. അതിന് നല്ലൊരു മണം ഇങ്ങനെ വരും കേട്ടോ. ഇനി നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു കാബേജ് മുഴുവനായിട്ടാണ്ട് ചേർത്തെടുക്കട്ടോ. അതിക്ക് ഈ ഒരു കാബേജിൻ്റെ കൂടെ വല്യുള്ളി വേണമെങ്കിൽ അരിഞ്ഞ് ചേർക്കട്ടോ. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. അങ്ങനെ വല്യുള്ളി ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ഞങ്ങോട്ട് ഇളക്കി സെറ്റാക്കന്നെ. എല്ലാം കൂടി എല്ലാ ഭാഗത്തോണ്ട് എത്തിക്കോട്ടെ. നമ്മൾ ഇട്ട ആ ഒരു കടലപ്പരിപ്പും കടുകും ഉഴുന്നും ഒക്കെ പാടെ. നല്ലോണം ഇളക്കിയിൽ എല്ലാ ഭാഗത്തും എല്ലാ സംഭവങ്ങളും എത്തിയില്ലേ. ഇനിയിപ്പോൾ ചേർക്കേണ്ട ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടാണ്ട് ഇളക്കന്നെ. ഇളക്കി എല്ലാതും നടുക്കിക്ക് ആക്കി വെച്ചിട്ട് മൂടി വയ്ക്കുക. അടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചെറിയ തീയിൽ വെക്കുക കേട്ടോ. അപ്പോൾ ഈ തേങ്ങേൻ്റെ കൂട്ടൊക്കെ നല്ലോണം ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു മിക്സീൻ്റെ ചെറിയ ജാറിക്ക് ഞാൻ ഇട്ട് കൊടുക്കണേ. ഇനിയിപ്പോൾ ഇത് വെള്ളമൊന്നും ചേർക്കാതെ നല്ലോണം പൊടിച്ച് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പൊടിച്ചിട്ട് കാണിച്ചു തരാം. ഈ രീതിക്കായിട്ട് നമ്മൾ പൊടിച്ചെടുത്ത് വെള്ളമൊന്നും ചേർക്കാതെ നല്ലൊരു മണാട്ടോ അത്. ഈ ഒരു മിക്സിൻ്റെ ഈ ഒരു ജാറ് നമ്മളിങ്ങനെ തുറക്കുമ്പോൾ തന്നെ നമുക്കിവിടെ അനുഭവിക്കാനറിയും. ആ ഒരു മണം അങ്ങോട്ട് കിട്ടും. നല്ലൊരു മണമാണേ. അപ്പോൾ ഈ ഒരു മണമുള്ള ഈ സാധനം ഇതിവിടെ നിൽക്കട്ടെ. ഇതെന്തായി നോക്കണ്ടേ. നമ്മൾ കുറച്ച് നേരം അതിൽ അടുപ്പത്ത് വെച്ചിട്ട് ഇളക്കല്ലേ. ഞാൻ പിന്നെ ചെറിയൊരു സിമ്മിലാണ് ഇട്ടത്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കണം. ഈ ഒരു സമയത്ത് ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കണം കേട്ടോ. ഞാൻ നോക്കിയിട്ടുണ്ട്, ഉപ്പൊക്കെ പാകം തന്നെയാണ്. പിന്നെ എരിവൊക്കെ നിങ്ങൾക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാം. ഞാൻ വറ്റൽമുളകൊക്കെ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വറ്റൽമുളക് കൂടുതൽ എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാം. അതുപോലെ പച്ചമുളക് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കട്ടോ. ഇനിയാണ് നമ്മൾ ഈ പൊടിച്ച് വെച്ച ഈ ഒരു സൂത്രം, നല്ല ടേസ്റ്റുള്ള ഈ ഒരു സംഭവം ചേർക്കാൻ പോണേ. അപ്പം അത് മുഴുവനായിട്ടാണ്ട് ചേർക്കട്ടോ. ഇനി ഇത് എല്ലാ ഭാഗത്തേക്കും ഇടാക്കണ്ടേ. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കുക ചെയ്യണ്ടേ. ഇപ്പോൾ ഒരു പ്രത്യേക വാസനയുണ്ട് വരുന്നത്. ആ ഒരു പൊടിയും ആ ഒരു കാബേജൊക്കെ പാടെ കൂടിയിട്ടുള്ളൊരു നല്ലൊരു മണം.
എല്ലായിടത്തേക്കും ഇളക്കി സെറ്റാക്കി വെച്ചില്ലേ. ഇനി ഇത് കൂട്ടിയൊക്കെ വെച്ചിട്ട് ഒന്ന് അടച്ചേക്ക് കേട്ടോ. ആ ഒരു മസാല നമ്മളിതിൽ ചേർത്തില്ല, ആ ഒരു പൊടി അതൊക്കെ നല്ലോണം പിടിച്ച് കിട്ടണം. അടച്ചു വെച്ചത് തുറന്നു നോക്കണ്ടേ? ആ എന്താല്ലേ ഭംഗി. ഒന്ന് ഇളക്കിയും കൂടി ചെയ്യാം, അപ്പോഴല്ലേ ആ ഒരു വാസനയൊക്കെ ഇങ്ങനെ വരുള്ളൂ. ഹാ വെന്ത മണം വരുന്നുണ്ട് കേട്ടോ, വെന്ത വാസന വരുന്നുണ്ട്. എന്നെ പറയുമ്പോഴാണ് നമ്മളെ പ്രേക്ഷകർക്കൊന്നും കൂടി ഒരു മനു ഭയങ്കര സംഭവമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ പറയൂല്. അപ്പോൾ നോക്കട്ടോ, വെന്തീനോ നോക്കട്ടെ. വെന്തിട്ടുണ്ട് സംഭവം, എന്തായാലും വെന്തിട്ടുണ്ട്. ആ ഒരു മണമൊക്കെ ഇങ്ങനെ വേറെ വേറെ മണമായി വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല, ആ വ്യത്യസ്ത ടേസ്റ്റുള്ള സംഭവം, അതായത് നമ്മളെ തോരൻ ഇതാണത്. ഇപ്പോൾ ഗ്യാസൊക്കെ ഓഫാക്കി വാങ്ങി വയ്ക്കുക, റെഡി ആയിട്ടുണ്ട്, കഴിച്ചു വെക്കുക. അങ്ങനെ ഈ വ്യത്യസ്തത അറിഞ്ഞ കാബേജ് തോരൻ ഞാൻ ചേർത്ത ചേരുവകളൊക്കെ ഇതിൽ നല്ല പോലെ ചേർന്നിട്ടുണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തേക്ക് എടുത്ത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഇപ്പം നമ്മളെ വീട്ടിലേക്ക് ചട്ടിയും കലയൊക്കെ കൊണ്ടുവരുന്ന ഒരു വല്യമ്മയാണ് കേട്ടോ. അപ്പോൾ ആള് കുറേ ആയി ഇങ്ങോട്ട് വന്നിട്ട്, കുറേ ദിവസമായില്ലേ ഇതുവഴി വന്നിട്ട്. നിങ്ങൾ മാസ്ക് ജസ്റ്റ് ഒന്ന് താത്തിയാണ്, ഇത്തിരി താത്തി നിങ്ങളെ മുഖം ഒന്ന് കണ്ടോട്ടെ. ഇതാണ് ഞങ്ങളെ വീട്ടിലേക്ക് ചട്ടിയും കലയൊക്കെ കൊണ്ടുവരുന്ന വല്യമ്മയാണ്. വല്യമ്മേൻ്റെ വീട് അരീക്കോട് ഭാഗത്താണ്. അപ്പോൾ കുറേ കാലമായി ഇതിൽ വന്നിട്ട്, അപ്പോൾ ഇതുവഴി പോയപ്പോൾ ഞാൻ പിടിച്ചു വെച്ചതാണ്. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കിയ കാബേജ് തോരനാണ് കേട്ടോ. നിങ്ങളൊന്ന് കഴിച്ചു നോക്കി. വല്യമ്മേൻ്റെ പേരെന്തേന്നു? നാരായണി. നാരായണി വല്യമ്മയാണ് ഇന്ന് ടേസ്റ്റ് ചെയ്യണം നമ്മളെ കൂടെ. ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കേ, ഒരു കണ്ടോട്ടെ. നിങ്ങൾക്ക് പിന്നെ ചിരി വരുന്നുണ്ടോ നോക്കുമ്പോ? ഇല്ലല്ലേ? രസമുണ്ട്. ഉണ്ടാ? ഇഷ്ടായോ? ഈ രീതിക്ക് ആദ്യമായിട്ട് കഴിക്കാണോ എങ്ങനെ ഈ ഒരു കാബേജ് തോരൻ? ഉണ്ടാ? അപ്പൊ വല്യമ്മ എന്നോട് ഫസ്റ്റ് തന്നെ ചോദിച്ചാൽ എന്താ വെച്ചാല്, ഇറച്ചിയും മീനൊന്നും ഇട്ടിട്ടില്ലല്ലോ അത് ഉണ്ടാക്കിയപ്പോഴെന്നാണ് ചോദിച്ചത്. അപ്പൊ ഇല്ല, ഞങ്ങള് ധൈര്യമായിട്ട് കഴിച്ചോളൂ പറഞ്ഞു ഞാൻ. ഇങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം അല്ലേ? പച്ചക്കറികളൊക്കെയാണോ കഴിക്കുക? എപ്പോഴെങ്കിലൊക്കെ വാങ്ങുള്ളൂ അല്ലേ? അങ്ങനെ ആകുമ്പോ തന്നെ കറി വെച്ചാ കഴിക്കുക, അതോ പൊരിച്ചിട്ടോ എങ്ങനെയാ? കറി വയ്ക്കും ചിലരൊക്കെ. പേരക്കുട്ടിയൊക്കെ വേണമല്ലോ. പേരക്കുട്ടികളൊക്കെ ഉണ്ടല്ലേ വീട്ടില്? അപ്പൊ എല്ലാരടുത്തും എന്റെ അന്വേഷണം പറയാ കേട്ടോ. പേരക്കുട്ടികളുടെ അടുത്തൊക്കെ. എറണാകുളത്താണ്. ആണോ? എന്തായാലും വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ഇത്രയും വ്യത്യസ്തമായിട്ടിട്ട് ഇനിയൊരു കാബേജ് തോരങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി പരീക്ഷിക്കുമോ? അങ്ങനെ പരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെനിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ, നമ്മളെ കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ട്. അപ്പോൾ എന്തായാലും ഇതേ രീതിക്ക് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അങ്ങനെ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കണേ. എന്നിട്ട് നിങ്ങളിതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയും നമ്മളടുത്ത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു രീതിയിൽ കാബേജ് തോരൻ വെച്ചത് ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും, അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കണും കൂടി തൊടണം, എന്നാലാണ് നമ്മളിടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേ രീതിക്ക് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ എന്താ പറയുക? ഞാനിന്ന് ഇതുവഴി പോയപ്പോൾ ആ കുട്ടി എന്നെ പിടിച്ചു വെച്ചു. പേരക്കുട്ടീനോടൊക്കെ പറയുള്ളൂ. അപ്പം ഞാൻ എന്നാൽ കുറച്ച് തരട്ടെ വീട്ടിൽ കൊണ്ടുപോകാൻ, നിങ്ങളെ പേരക്കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ. എന്നാൽ തരട്ടോ. ആയിക്കോട്ടെ, പോകുമ്പോൾ തരാം.